വെള്ളച്ചാട്ടം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ അന്ന് നമ്മൾ വീഡിയോ ഭയങ്കര മഴയായിരുന്നതുകൊണ്ട് ഒന്നും തന്നെ കാര്യമായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളച്ചാട്ടം കാണിക്കാനാണ് പോകുന്നത്. അത് മിസ് ചെയ്യാണ്ട് കാണാൻ നിങ്ങളിപ്പോൾ ഓൾറെഡി പ്രൊമോ കണ്ടിട്ടുണ്ടാവും. പിന്നെ എനിക്ക് ചെറിയൊരു അഡ്വൈസ് തരാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അറിയില്ലാത്ത വെള്ളച്ചാട്ടങ്ങളിൽ, കുളങ്ങളിൽ, പുഴകളിലൊക്കെ പോയിട്ട് ഇറങ്ങാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ അവിടെയുള്ള ആളുകളുടെ അഡ്വൈസ്, അതായത് അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചിട്ട് അവിടുത്തെ ആഴം കാര്യങ്ങൾ എന്തെങ്കിലും അപകട കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് സേഫ് ആണെങ്കിൽ മാത്രം ഇറങ്ങാം. അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ നന്നായിട്ട് നീന്താൻ അറിയാവുന്നവരുടെ കൂടെ മാത്രം ഇറങ്ങാണ്ട് ശ്രദ്ധിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് ഓപ്പോസിറ്റ് നീന്താനായിട്ട് കുറച്ച് ടഫാണ്. ഇങ്ങോട്ടേക്ക് നീന്താനായിട്ട് ഒഴുകി പോകുന്നോളൂ. പിന്നെ വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ കല്ല് കാര്യങ്ങളെല്ലാം സാധാരണ കിടക്കുന്നോടത്ത് നിന്ന് മാറി കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ കാല് കൈയൊക്കെ തട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് പറ്റിയ കുറച്ച് അണ്ടർ വാട്ടർ ഒക്കെ എടുക്കാം കേട്ടോ. അന്യായ ഫീലാണ് അവിടെ ആ ഒരു ഗ്യാപ്പില്. പക്ഷെ ഇപ്പോൾ വെള്ളം ഭയങ്കര കൂടുതലാണ്. നമുക്ക് അങ്ങോട്ട് പോയിരിക്കാൻ പറ്റില്ല. അവിടെ പോയി നമ്മുടെ പുറം പൊളി മാത്രമല്ല ഇച്ചിരി ടാസ്ക്കാണ്. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് പോകാന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നല്ല വൈബാണ്. പറ്റുമെങ്കിൽ നമുക്ക് വേറെ ചെറിയൊരു ഷോർട്സ് എല്ലാം ആയിട്ട് വെള്ളം കുറയുമ്പോൾ വന്നിട്ട് ഇടാം. പക്ഷെ എന്നാലും നമ്മൾ ഇതെവിടെ പോയിട്ട് ചെറിയൊരു വീഡിയോ എടുക്കാം കേട്ടോ. തൊലി പോയതാണ്ടോ? തൊലി പോയതല്ലേ പാറ കണ്ടടിച്ചത്. അപ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാക്കുക, സൂക്ഷിക്കുക. പിന്നെ മാക്സിമം ഈ ഭാഗങ്ങൾക്ക് ഇപ്പുറത്തോട്ടൊക്കെ വന്നിട്ട് കാരണം നീന്തൽ അറിയാവുന്നവരും അല്ലെങ്കിൽ നാട്ടുകാരുടെയൊക്കെ പ്രസൻസോടെ കിട്ടണമെങ്കിൽ അപ്പുറത്തോട്ട് പോവാം. ഓവർ റിസ്ക് അല്ലെങ്കിൽ പോലും ഇവിടെ ഇത്ര ഭാഗത്തായിട്ട് ഒരു ചെറിയ കുഴിയുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇത്ര വെള്ളമുള്ളപ്പോൾ ഞങ്ങൾ തിരിച്ചും കൊണ്ട് ഒഴുകി വരാനുള്ള ചാൻസ് ഉള്ളതാണ്. വെള്ളം കുറവുള്ള സമയത്ത് ആ കുഴിയിലൊക്കെ പെടാൻ ചാൻസ് ഉണ്ട്. നീന്തൽ അറിയില്ലാത്തവർ, അത്യാവശ്യം നീന്തൽ അറിയാവുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇത്ര വെള്ളമുള്ളപ്പോൾ ഓപ്പോസിറ്റ് നീന്തൽ കുറച്ച് ആ കുഴിക്കെന്ന് പറഞ്ഞാൽ ഏകദേശം 2 ആൾ താഴ്ചയുണ്ട്. ഏകദേശം ഇവൻ്റെ ഒരു ഹൈറ്റിൽ നിന്ന് 2 ആൾ പൊക്കത്തിലുണ്ട്. ഇപ്പം ഇത്രയും വെള്ളത്തിൽ അതിൽ കൂടുതൽ ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നാട്ടുകാരുടെ പ്രസൻസ് ഒക്കെ ഉള്ളപ്പോൾ ചാണകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരുപാട് ഗ്യാങ്ങൊക്കെ ആയിട്ട് വന്നവർ നീന്താൻ അറിയുന്നവരൊക്കെ ആണെങ്കിൽ മാത്രം. പിന്നെ പിള്ളേർ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ ഒരുപാട് പിള്ളേർ ഫാമിലി ഒരുപാട് ഏജ് ആയിട്ടുള്ളവർ വരെ വെള്ളത്തിൽ ഇറങ്ങാറൊക്കെ ഉണ്ട്, നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു പകുതിക്ക് വരെ മാക്സിമം നിൽക്കാൻ നിൽക്കുക. ഇതിൻ്റെ അപ്പുറത്തോട്ട് കുറച്ച് ഭാഗത്തോട്ട് അത്യാവശ്യം നല്ല കുഴി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അത്യാവശ്യം നിലവിൽ തിരക്കൊന്നുമില്ല. കാരണം നമ്മൾ നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നതാണ്. പിന്നെ അവിടെ പാർക്കിങ്ങിന് ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. ട്രാവലർ കാര്യങ്ങൾ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇവൻ ഇറങ്ങി പോകുമ്പോൾ ചെളി ഓടാട്ടോ. പാറക്കട ഇരുന്ന് പോകുമ്പോൾ ചെളിയോട് കൂടിയായിട്ട് കളയും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കേൾക്കുക. മായാലോകം കണ്ടു രസിക്കാൻ ഏനുണ്ടട തന്തോയം വേഗത്തേരിൽ പാറി നടക്കാൻ ഏനുണ്ടട തുള്ളാട്ടം കാടിനട